കൃത്യമായിട്ടും ഇന്നത്തെ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊടുത്ത് അത് മുഴുവൻ കൊള്ള നടത്തി. ആ കൊള്ളയെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടിയിട്ട് 2025 ഇവർക്ക് വീണ്ടും കൊടുത്തു എന്ന നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത്. ആ പഴയ കൊള്ള ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ 2025 തീരുമാനം എന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പുതിയ ഇപ്പോഴത്തെ നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഒരു നിമിഷം പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരാൻ ഇറക്കുന്നില്ല. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ നമ്മുടെ അമ്പലങ്ങളിലെയും ആരാധനാലയങ്ങളിലെയും സ്വത്തുക്കൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്ന് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂരിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ ദേവസ്വങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. എന്താ അടിസ്ഥാനപരമായ കാര്യം? ഇത് സ്വത്ത് കക്കുക മാത്രമല്ല, വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ അമ്പലങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളിലെ സ്വത്തുകൾ കൊള്ളനടത്താനുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ. സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ കേവലം ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാളി മാത്രമല്ല, അത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്ന ഒന്നാണ്. അതുപോലെ ഓരോ അമ്പലത്തിലെയും സ്വത്തുക്കൾ അങ്ങനെയാണ്. അപ്പൊ അത് കവർന്നെടുക്കുന്നതിന് മുഴുവൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതുപോലെ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് സത്യത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടി തന്നെയാണ്. ഇന്നത്തെ ഹൈക്കോടതി വിധി വളരെ ഗൗരവതരമായിട്ട്